ലോ കിലോമീറ്ററിൽ രണ്ട് അടിപൊളി വാഹനം. രണ്ടും 2015 മോഡലാണ് വരുന്നത്. G4 വേരിയൻ്റാണ് വരുന്നത് കേട്ടോ. 2015 മോഡൽ സിംഗിൾ ഓൺഷിപ്പ് കിടക്കുന്ന വാഹനം വെറും 1,04,000 കിലോമീറ്ററാണ് ഓടിയുള്ളത്. മേജറായിട്ടുള്ള ഒരു ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നുമില്ല. അതേപോലെ 2015 മോഡൽ G4 തന്നെയാണ് വരുന്നത്. സെക്കൻഡ് ഓൺഷിപ്പ് കിടക്കുന്ന വാഹനമാണ്. ഇത് വെറും 85,000 കിലോമീറ്റർ മാത്രം ഓടിയ വാഹനമാണ്. ഈ രണ്ട് വാഹനങ്ങളും കേരളത്തിൽ നമ്പറാക്കിയിട്ട് നമുക്ക് 9,50,000 രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് കൊടുക്കാൻ കഴിയും. ഈ രണ്ട് വാഹനങ്ങളും മേജറായിട്ടുള്ള ആക്സിഡൻറ്റ്, ഫ്ലഡ്, മേജർ കംപ്ലയിൻറ്റുകളെല്ലാം തന്നെ നമുക്ക് 100% ഗ്യാരണ്ടി കൊടുക്കാം. ഈ രണ്ട് വാഹനത്തിനും ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 90% ടയർ ഭാഗങ്ങൾ വരുന്നുണ്ട്. ഇൻഷുറൻസ് പുതിയതാണ് വരുന്നത് കേട്ടോ. ഈ രണ്ട് വാഹനത്തിൻ്റെ എക്സ്റ്റീരിയർ ഭാഗങ്ങളും ഇൻറ്റീരിയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പക്ക കണ്ടീഷനാണ് വരുന്നത് കേട്ടോ. ഈ 2015 സിംഗിൾ ഓൺഷിപ്പ് കിടക്കുന്ന വാഹനം നിലവിലല്ല ഈ 2015 മോഡൽ 8 സീറ്റാണ് വരുന്നത് കേട്ടോ. സിംഗിൾ ഓൺഷിപ്പ് കിടക്കുന്ന വാഹനമാണ്. 1,04,000 കിലോമീറ്ററാണ് ഓടിയുള്ളത്. അതേപോലെ ഇത് 7 സീറ്റാണ് വരുന്നത് കേട്ടോ. വെറും 85,000 കിലോമീറ്ററാണ് ഓടിയുള്ളത്. നിലവിൽ സെക്കൻഡ് ഓൺഷിപ്പ് കിടക്കുന്ന വാഹനമാണ്. ഈ വാഹനത്തിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് ഓൺലി റീപ്ലേസ് ഉള്ളൂ. വേറെ ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും ഈ വാഹനത്തിന് കാണിക്കാൻ കഴിയില്ല. അതേപോലെ 8 സീറ്റ് വരുന്ന വാഹനം ഫ്രണ്ട് ഗ്ലാസ് ഒക്കെ ഒറിജിനലാണ് വരുന്നത് കേട്ടോ. ഈ ഒരു ക്വാർട്ടർ ഗ്ലാസ് മാറിയിട്ടുണ്ട്, ബാക്ക് ഡിക്കി ഗ്ലാസ് മാറിയിട്ടുണ്ട്. വേറെ ഒരു ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും ഈ വാഹനത്തിന് നിങ്ങൾക്ക് തട്ടുമുട്ടോ കാര്യങ്ങളൊന്നും ഏതൊരു ഭാഗത്തും നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല. കമ്പനി ഹെഡ്ലൈറ്റ് തന്നെയാണ് വരുന്നത് കേട്ടോ. അതേപോലെ ഫ്രണ്ടേജ് ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയിൽ നല്ല ക്വാളിറ്റിയിലാണ് വരുന്നത്. ടയർ ഭാഗങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 90-95% 4 ടയർ ഭാഗങ്ങളും വരുന്നുണ്ട്. ഇതിൻ്റെ മൊത്തത്തിലുള്ള എക്സ്റ്റീരിയർ ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ പക്ക ഷോറൂം കണ്ടീഷൻ തന്നെ പറയാം. അത്രയും നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലാണ്. ചെറിയ ചെറിയ ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ടച്ചപ്പ് ചെയ്ത് പോളിഷ് ചെയ്ത് പക്ക വൃത്തിയിൽ വർക്ക് കഴിഞ്ഞൊരു വാഹനം തന്നെ ഉണ്ടത്. ഇതിൻ്റെ സൈഡ് ബോഡി കാര്യങ്ങൾ പ്രത്യേകിച്ച് പറയേണ്ട യാതൊരു ആവശ്യമില്ല. അത്യാവശ്യം നല്ല നീറ്റിൽ തന്നെ ടയർ ഭാഗങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നാലും ഒരു 95% 96% ടയർ ഭാഗങ്ങളുണ്ട്. നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം. നാലും ഒരേ പാറ്റേണിൽ വരുന്ന ടയറാണ്. ജാക്കിൻ്റെ ടയറാണ് വരുന്നത് കേട്ടോ. സൈഡ് ബോഡി കാര്യങ്ങൾ പക്ക നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലാണ് വരുന്നത്. അതേപോലെ അതിൻ്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തി തന്നെ ബാക്ക് സൈഡ് ഉള്ളത് കേട്ടോ. ചെറിയ ചെറിയ ടച്ചിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് പക്ക വൃത്തി തന്നെയാണ് പോളിഷും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. ഡിക്കി പട്ട ആഡ് ചെയ്തിട്ടുണ്ട്. G4 വേരിയൻ്റാണ് വരുന്നത് കേട്ടോ. ബാക്ക് ഭാഗങ്ങളൊക്കെ കമ്പനി ഇറങ്ങുന്ന അതേ ഒരു കണ്ടീഷൻ തന്നെ ഉള്ളത്. ടൈലാമ്പും എക്സ്ട്രാ ക്രോം വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉള്ളത്. പ്രത്യേകിച്ച് പറയേണ്ട യാതൊരു ആവശ്യമില്ല കേട്ടോ. അതേപോലെ ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തേക്ക് വരുമ്പോൾ 8 സീറ്റ് വാഹനമാണ് വരുന്നത്. ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉള്ളത്. ഇൻറ്റീരിയർ ഭാഗത്തേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ അല്ലേ കേട്ടോ. സീറ്റ് വൈസൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയിൽ നല്ല ക്വാളിറ്റി തന്നെ അല്ലേ. റൂഫും കാര്യങ്ങളൊക്കെ പക്കയാണ്. സീറ്റ് വൈസ് മേജർ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും നിലവിലില്ല. 70 മാറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ ഇതിൻ്റെ എൻജിൻ ഭാഗത്തേക്ക് വരുമ്പോഴേ ഏതൊരു ഭാഗത്തും നിങ്ങൾക്ക് ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും കാണിക്കാൻ കഴിയില്ല. ഗ്യാരണ്ടിയാണ്. ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നും നിലവിലില്ല കേട്ടോ. ഇത് ടെർബോ എഞ്ചിനാണ് വരുന്നത്. ഇൻ്റർകൂളർ എഞ്ചിനല്ല ഈ വാഹനം വരുന്നത്. അതേപോലെ ഈ 2015 മോഡൽ ഇൻ്റർകൂളർ എഞ്ചിനാണ് വരുന്നത് കേട്ടോ. ഇതിൻ്റെ എക്സ്റ്റീരിയർ ഭാഗങ്ങളൊക്കെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉള്ളത്. ടയർ ഭാഗങ്ങൾ നമ്മളൊരു 90-95% 4 ടയർ ഭാഗങ്ങളും ഇതിന് വരുന്നുണ്ട്. ഈ സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ. ബാക്ക് സ്കാറ്റിങ് ആഡ് ചെയ്തിട്ടുണ്ട്. നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമാണ്. ബാക്കിൽ ഡിക്കിപ്പട്ട ആഡ് ചെയ്തിട്ടുണ്ട്. നമ്പർ പ്ലേറ്റിൻ്റെ ആ ഒരു ഭാഗത്ത് യു ക്രോം ചെയ്തിട്ടുണ്ട്. റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതേപോലെ ഈ സൈഡ് ബോഡി കാര്യങ്ങൾ അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉള്ളത്. സീറ്റ് വൈസൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയുള്ള സീറ്റ് വൈസാണ് ഉള്ളത്. 7 സീറ്റ് വാഹനമാണ്. ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ അല്ലേ കേട്ടോ. അതേപോലെ ഇതിൻ്റെ എൻജിൻ സൈഡ് നോക്കുകയാണെങ്കിൽ ഇത് ഇൻ്റർകൂളർ എഞ്ചിനാണ് വരുന്നത്. ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും ഈ വാഹനത്തിൽ നിങ്ങൾക്ക് എവിടെയും കാണിച്ചു തരാൻ കഴിയില്ല. ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നും നിലവിലില്ലാത്തൊരു വാഹനം തന്നെ കേട്ടത്. ഈ രണ്ട് വാഹനങ്ങളും കേരളത്തിൽ നമ്പറാക്കിയിട്ട് നമുക്ക് 9,50,000 രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് കൊടുക്കാൻ കഴിയും. ഈ രണ്ട് വാഹനങ്ങളും മേജറായിട്ടുള്ള ആക്സിഡൻറ്റ്, ഫ്ലഡ്, മേജർ കംപ്ലയിൻറ്റുകളെല്ലാം തന്നെ നമുക്ക് 100% ഗ്യാരണ്ടി കൊടുക്കാം.